നമ്മൾ ഇപ്പോൾ ഉള്ളത് കാർവാർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുൻപിലാണ്. എനിക്ക് തൊട്ടരികിലുള്ള ആംബുലൻസിൽ ഉള്ളത് അർജുന്റെ ശരീരഭാഗങ്ങളാണ്. ഇന്ന് ലോറിയുടെ ഉൾവശത്ത് നിന്ന് ലോഹഭാഗങ്ങൾക്കിടയിൽ നിന്ന് ലോറിയുടെ ക്യാബിനകത്ത് നിന്ന് കണ്ടെത്തിയ അല്പം ശരീരഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ തെളിഞ്ഞു കാണുന്നത്. ഇനി ഇൻക്വസ്റ്റ് അങ്കോള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇൻക്വസ്റ്റ് പൂർത്തീകരിച്ച ശേഷമാണ് ഈ മൃതദേഹ ഭാഗങ്ങൾ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് എത്തിയത്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവും. അതിന് ശേഷമായിരിക്കും മംഗലാപുരത്തേക്ക് റീജിയണൽ ഫോറൻസിക് ലാബറട്ടറിയിലേക്ക് ഇത്തരത്തിൽ DNA പരിശോധനയ്ക്കായുള്ള ഭാഗമായിട്ടുള്ള തയ്യാറെടുപ്പുകളും മറ്റുമൊക്കെ തന്നെ നടക്കുക. കുടുംബം എന്തായാലും ഇപ്പോൾ DNA പരിശോധന വേണമെന്നുള്ളൊരു ആവശ്യം കൂടി ഉന്നയിച്ചിരിക്കുന്നു എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. We have already taken the sample of the family. Earlier only we had taken the sample of the family. So now the testing will be done. One bone will be taken from the body and DNA testing will be done for the body that has been recovered. And once the result comes, once it is matching, we'll hand over the. അർജുൻ മാത്രമല്ല, ഇവിടെ നിന്ന് കാണാതായ ലോകേഷിന്റെയും ജഗന്നാഥിന്റെയും കുടുംബാംഗങ്ങൾ ഭാവിയിൽ മറ്റൊരു തരത്തിലുള്ള വിവാദം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു മുൻകരുതലായി കൂടിയാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഈ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. ഇനി എന്തായാലും 2 ദിവസത്തെ കാത്തിരിപ്പെങ്കിലും വേണ്ടിവരും എന്നുള്ള ഒരു വാക്കാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിവരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് അർജുന്റെ കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നടപടികൾ, ഇത്തരത്തിലുള്ള ക്ലിനിക്കൽ നടപടികൾ പൂർത്തീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് ഒരുങ്ങുകയാണ് ആശുപത്രി അധികൃതർ. ക്യാമറാമാൻ വേണുവിനൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാർവാർ.